ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലേക്ക്. യുദ്ധം പ്രധാന ചർച്ചയാകും. ഈ മാസം 14-15 തീയതികളിലാണ് യോഗം. യുദ്ധ സാഹചര്യവും യോഗത്തിൽ ചർച്ചയാകും. യുഎന്നിന് പുറത്ത് നിലവിലെ സാഹചര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ് യോഗം. അതിനിടെ ഇറാൻ അമേരിക്ക ചർച്ചകളിലെ മധ്യസ്ഥ സ്ഥാനത്ത് പാകിസ്ഥാന്റെ റോൾ സംബന്ധിച്ച് വിമർശനം ഉയർന്നു തുടങ്ങി. അതേസമയം കയ്യിലുള്ള യുറേനിയ ശേഖരം അമേരിക്കയ്ക്ക് എതിരായ സമ്മർദ്ദത്തിനുള്ള പുതിയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ. ഇനി ആക്രമണമുണ്ടായാൽ യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് ആലോചിക്കുമെന്നാണ് ഇറാൻ പാർലമെന്റ് ദേശീയ സുരക്ഷാ വക്താവിന്റെ ഭീഷണി. ഇറാൻ അമേരിക്ക ചർച്ചകൾ നയതന്ത്ര പ്രതിസന്ധികളിൽ കുടുങ്ങി നിൽക്കുകയാണ്. മധ്യസ്ഥ രാഷ്ട്രമായ പാകിസ്ഥാന് നേരെയും പുതിയ ആരോപണങ്ങൾ ഉയർന്നു. ചർച്ചകളുടെ മറവിൽ ഇറാന്റെ സൈനിക വിമാനങ്ങൾക്ക് നൂർഖാൻ എയർബേസിൽ പാകിസ്ഥാൻ പാർക്കിംഗ് സൗകര്യം നൽകിയെന്നാണ് CBS ന്യൂസ് റിപ്പോർട്ട്. അമേരിക്ക ആക്രമണങ്ങളിൽ നിന്ന് ഒളിപ്പിക്കാനായിരുന്നു ഇത്. ആരോപണം പാകിസ്ഥാൻ തള്ളിയിട്ടുണ്ട്. ഇറാനാകട്ടെ ഈയിടെ നല്ല ഗ്യാരണ്ടി നൽകാവുന്ന രാഷ്ട്രമായി ചൈനയെയാണ് ഉയർത്തിക്കാട്ടുന്നത്. ഇറാന്റെ പക്കലുള്ള 60% മുകളിൽ സമ്പുഷ്ടീകരിച്ച 400 കിലോയിലധികം യുറേനിയം ശേഖരമാണ് യുദ്ധത്തിന് തന്നെ കാരണം. ഇത് കൈമാറാൻ ഇറാൻ തയ്യാറാകാത്തത് ഇപ്പോൾ ചർച്ചകൾ വഴിമുട്ടാനുള്ള കാരണവും ഇതേ ശേഖരമാണ് ഇറാന്റെ പുതിയ തുരുപ്പ് ചീട്ടും. ഇനി ആക്രമണമുണ്ടായാൽ സമ്പുഷ്ടീകരണം 90% ആക്കുന്നതിനുള്ള വഴി മുന്നിലുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതായത് ആയുധ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന്. തങ്ങൾക്ക് ആണവായുധ പദ്ധതി ഇല്ലെന്നാണ് ഇറാന്റെ പ്രഖ്യാപിത നിലപാട്. ഇറാന്റെ പാർലമെന്റ് ദേശീയ സുരക്ഷാ വക്താവാണ് ഇത് പരസ്യമായി പോസ്റ്റ് ചെയ്തത്. തങ്ങൾ നൽകിയ 14 പദ്ധതി അംഗീകരിക്കുക മാത്രമാണ് പരിഹാരമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കറും പറഞ്ഞു. നിലവിൽ ചർച്ചകളെ ഇറാൻ വലിച്ചു നീട്ടുന്നത് ഗൂഢലക്ഷ്യങ്ങളോടെയാണ് എന്ന് അമേരിക്കയ്ക്ക് സംശയമുണ്ട്. വെടിനിർത്തൽ അന്ത്യത്തോട് അടുത്തു എന്നാണ് ട്രംപ് പുതുതായി പറഞ്ഞത്. അതേസമയം ഇറാനുമായുള്ള സംഘർഷം അമേരിക്കയിൽ ഉണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതത്തെക്കുറിച്ച് തനിക്ക് ആശങ്കയില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവ യുദ്ധങ്ങൾ സ്വന്തമാക്കുന്നത് തടയുന്നതിനായിരുന്നു തന്റെ പ്രധാന ശ്രദ്ധയെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്റെ തീരുമാനങ്ങൾ അമേരിക്കക്കാരുടെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിച്ചോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓഹരി വിപണി റെക്കോർഡ് ഉയരത്തിലാണെന്നും US പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു. ഓഹരി വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളെക്കാൾ ദേശീയ സുരക്ഷ പ്രധാനമാണെന്നും മിക്ക അമേരിക്കക്കാരും ഈ സമീപനത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പണപ്പെരുപ്പവും ഊർജ്ജ ചെലവ് വർദ്ധിച്ചതും US പ്രതിഷേധം വർദ്ധിച്ചു വരുന്നതിനിടെയാണ് ട്രംപിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനയിലേക്ക് തിരിച്ചിരിക്കുകയാണ് ട്രംപ്. പ്രാദേശിക സമയം ചൊവ്വാഴ്ച വൈകിട്ടാണ് ട്രംപ് ബെയ്ജിംഗിലേക്ക് പറന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള നിർണായക ചർച്ച നാളെ നടക്കും. ഇറാനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും US മുന്നോട്ട് വെച്ച നിബന്ധനകൾ ഇറാനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ട്രംപിന്റെ ചൈനീസ് സന്ദർശനമെന്നത് പ്രധാനമാണ്. എന്നാൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചൈനയുടെ സഹായം ആവശ്യമില്ലെന്നായിരുന്നു ചൈനയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ട്രംപിന്റെ പ്രതികരണം.